ಗಾಯ್ಸ್, ನಾನು ನಿಮ್ಮ ಸ್ಮಿತಾ. ಹೇಗಿದ್ದೀರಿ ಎಲ್ಲರೂ? ಇವತ್ತಿನ ವಿಶೇಷ ಏನು ಗೊತ್ತುಂಟಾ? ನಾನೊಂದು ಸುಂದರವಾದ ಜಾಗಕ್ಕೆ ಬಂದಿದ್ದೇನೆ. ಇದರ ಲೊಕೇಶನ್ ನಾನು ಲಾಸ್ಟ್ಗೆ ಹೇಳ್ತೇನೆ. ಏನು ವಿಶೇಷ ಅಂತ ಹೇಳಿದರೆ, ಇಲ್ಲಿ ಒಬ್ಬರು ಸನ್ಫ್ಲವರ್ ಸೂರ್ಯಕಾಂತಿ ಕೃಷಿಯನ್ನು ಆರಂಭಿಸಿ ಇದರಲ್ಲಿ ಅವರು ಸಕ್ಸಸ್ ಅನ್ನು ಕಂಡಿದ್ದಾರೆ. ಅದೊಂದು ವಿಶೇಷತೆ. ಇಲ್ಲಿ ನೋಡಿ ಅವರ ಫಾರ್ಮ್ ಎಷ್ಟು ಚೆನ್ನಾಗಿದೆ ಅಂತ ಹೇಳಿ. ಇಷ್ಟು ಚಂದ ಮಾಡಿ ಫಾರ್ಮಿಂಗ್ ಮಾಡಿದ್ದಾರೆ. ಅವರ ಹತ್ರ ಒಂದು ಮಾತಾಡುವ ಬನ್ನಿ. ನಮಸ್ತೆ. ನಮಸ್ತೆ. ಹೌ ಆರ್ ಯು? ಹಾಯ್. ನಾನು ಮ್ಯಾಂಗ್ಳೂರಿಂದ ಬಂದಿದ್ದೇನೆ. ಇದು ಫ್ಲವರ್ ನೋಡಿ ನನಗೆ ತುಂಬ ಖುಷಿಯಾಗಿ ಇಷ್ಟ ಆಯಿತು. ಫಸ್ಟ್ ಟೈಮ್ ಹೀಗೆ ನೋಡ್ತಿರುವಂಥದ್ದು. ಹಾಗೆ ನಾನಿಲ್ಲಿ ಬಂದೆ. ನಾನು ನಿಮ್ಮ ಹತ್ರ ಒಂದು 2-3 ಪ್ರಶ್ನೆ ಕೇಳ್ತೇನೆ. ಓಕೆ. ನನಗೆ ಮಲಯಾಳಿ ಬರಲ್ಲ, ನಾನು ಕನ್ನಡದಲ್ಲಿ ಇಂಗ್ಲೀಷಲ್ಲಿ ಕೇಳ್ತೇನೆ. ನೀವು ನನಗೆ ನಿಮಗೆ ಬರ್ತದಾ? ಸ್ವಲ್ಪ ಮಂಜೇಶ್ವರಂ പഠിച്ചത് ಗೋವಿಂದ. ನೀವು ಮಂಜೇಶ್ವರ ಕಲ್ತದ್ದಾ? ಡಿಗ್ರಿ. ನಮ್ಮ ಜೊತೆ ಇಲ್ಲಿ ಶ್ರೀವಿದ್ಯಾ ಮೇಡಮ್ ಇದ್ದಾರೆ. ಈ ಒಂದು ಬ್ಯೂಟಿಫುಲ್ ಆದ ಸನ್ಫ್ಲವರ್ ನೋಡಿದ್ರಲ್ವಾ, ಅದು ಇವರೇ ಫಾರ್ಮ್ ಫಸ್ಟ್ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ದು. ಅವರ ಹತ್ರ ಕೇಳುವ. ಮ್ಯಾಮ್, ವೈ ಡಿಡ್ ಯು ചൂസ് ദിസ് സൺഫ്ലവർ ഫാമിംഗ് ആൻഡ് വാട്ട് ഇൻസ്പയർഡ് യു? എനിക്ക് ഇത് ഒന്നാമത് കൃഷി ഭയങ്കര ഇഷ്ടമാണ്. കൃഷി ഒരു പാഷൻ തന്നെയാണ്. അപ്പം വെറൈറ്റി കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളെ നാട്ടിൽ ഇല്ലാത്തതാണ് ഈ സൺഫ്ലവർ. അപ്പം നമ്മൾ എല്ലാവരും കർണാടകത്തിലൊക്കെ പോയാണ് ഇത് കൂടുതൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പം നമ്മളെ നാട്ടിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ള ഒരു ഇതിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 2 വർഷം മുമ്പ് ചെയ്തിരുന്നു. അന്നേരം എനിക്കിത് നല്ല സക്സസ് ആക്കാൻ വേണ്ടി പറ്റി. അങ്ങനെയാണ് ഇപ്രാവശ്യം നല്ലൊരു ഏരിയ കിട്ടുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഈ കൃഷി ചെയ്തത്. നമുക്ക് നല്ല രീതിയിൽ അത് വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. നല്ല വലിയ പൂക്കളൊക്കെ നമുക്ക് കിട്ടി. നല്ല ഗ്രോത്തിലെ ചെടികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഇത്. ഈസ് കാസർഗോഡ് ക്ലൈമറ്റ് സൂട്ടബിൾ ഫോർ സൺഫ്ലവർ കൾട്ടിവേഷൻ? തീർച്ചയായിട്ടും നമ്മളെ ഈ കാസർഗോഡത്തെ ഈ മണ്ണ് വളരെ നല്ലതാണ് സൂര്യകാന്തിക്ക്. ഇപ്പം ഞാൻ 2 സ്ഥലത്ത്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത് കൂടുതൽ പാറപ്രദേശം പോലെ അങ്ങനെയുള്ള പാറ മണ്ണിലായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അവിടെയും ഇതുപോലെ നല്ല വലിയ പൂക്കൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വയലാണ്, ശരിക്കും വയലിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല വലിപ്പമുള്ള പൂക്കളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിലെ ഈ മണ്ണ് നമുക്ക് ഈ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അതുപോലെ കാലാവസ്ഥ. വിച്ച് സീസൺ ഈസ് ബെസ്റ്റ് ഫോർ ഗ്രോയിങ് സൺഫ്ലവർ ഇൻ കാസർഗോഡ്? അതായത് നല്ല ചൂട് സമയമാണ് നമുക്ക് ഈ പൂക്കൾ ഉണ്ടാവാൻ പറ്റിയത്. അപ്പം ഞാനിപ്പോൾ ഇത് ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഏപ്രിൽ 5 ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലവർ വിരിയാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞു ഇപ്പം ഫ്ലവർ വിരിഞ്ഞിട്ട്. ഏറ്റവും ചൂട് കൂടിയ സമയത്താണ് നമുക്ക് നല്ല വലിപ്പമുള്ള നല്ല ഫ്ലവർ ഉണ്ടാവുക. ഹൗ മെനി ഡേയ്സ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ ഫ്ലവർ ടു ബ്ലൂം? ഏകദേശം ഒരു 2 months നമുക്ക് വേണ്ടി വരും ഈ ഫ്ലവർ നല്ല വലിപ്പമായി വരാൻ വേണ്ടി. ಸನ್ಫ್ಲವರ್ ಫಾರ್ಮಿಂಗ್ ಇದರ ಬಗ್ಗೆ ನಮಗೆ ಹೇಳಿದ ಮೇಡಮ್ ನಿಮಗೆ ತುಂಬ ಧನ್ಯವಾದಗಳು. താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷം. മാംഗ്ലൂരിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തതിന് ഒരുപാട് പേര് വന്നിരുന്നു. മാംഗ്ലൂരിൽ നിന്ന് ഇന്നലെയൊക്കെ വീഡിയോസൊക്കെ കണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഒന്നാണ്, കാരണം നമ്മൾ ഒരുപാട് ദൂരത്ത് പോയി ആണ് സാധാരണ ഇത് കാണാറ്. അപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സൂര്യകാന്തി തോട്ടം നമുക്ക് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പം എനിക്കൊരുപാട് സന്തോഷം. അപ്പോൾ ഈ ഒരു വിഷുദിനത്തിൽ ഇങ്ങനെ എല്ലാവരും വന്ന് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന കാണുമ്പം നമുക്കും ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. ഒരുപാട് ആൾക്കാർ വന്നു ഇപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട്. അപ്പം എന്താ പറയുക, എനിക്കൊന്ന് അത്രയധികം സന്തോഷമാണ് നമ്മൾ ഈ ഒരു കൃഷി എല്ലാവരും ഏറ്റെടുത്തതിൽ, നമ്മൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ಥ್ಯಾಂಕ್ ಯು ಮೇಡಮ್. ಇನ್ನು ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಇನ್ನೂ ನೀವು ಹೆಚ್ಚು ಯಶಸ್ಸನ್ನು ಪಡೆಯಿರಿ ಅಂತೇಳಿ ನಾನು ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸ್ತೇನೆ. ಥ್ಯಾಂಕ್ ಯು. സീഡ് ആവുമ്പോൾ ഇതിങ്ങനെ ഇത് പൊഴിഞ്ഞുകൊണ്ട് പോകും. അന്നേരം ഇത് ബെൻഡായി ഇങ്ങനെ വരും. ഞാൻ നിൽക്കില്ല. ഇനി 16th വരെയാണ് ഇപ്പോൾ ഇത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് സീഡാക്കും.
ಸೂರ್ಯಕಾಂತಿ ಫ್ಲವರ್ ನೋಡಲಿಕ್ಕೆ ನೀವು ದೂರ ದೂರ ಹೋಗ್ಬೇಕಂತ ಇಲ್ಲ. ಮಂಗಳೂರಿಂದ ಕೇವಲ 50 ಕಿಲೋಮೀಟರ್ ಟ್ರಾವೆಲ್ ಮಾಡಿದರೆ ಸಾಕು, ಸುಂದರವಾದ ಸೂರ್ಯಕಾಂತಿಯ ಗಾರ್ಡನ್ ಅನ್ನು ನೀವು ನೋಡ್ಬೋದು. ಫೋಟೋ ಮತ್ತು ವಿಡಿಯೋ ತೆಗೆದುಕೊಳ್ಳಲು ಬೆಸ್ಟ್ ಪ್ಲೇಸ್ ಅಂತ ಹೇಳ್ಬೋದು. ಇವತ್ತು ತುಂಬ ಜನ ಬಂದಿದ್ದಾರೆ, ನಾವು ಕೂಡ ಬಂದಿದ್ದೀವಿ. ಇದು ಬಿಸಿಲಿಗೆ ನೋಡಿ ಸೂರ್ಯಕಾಂತಿ ಗಿಡಗಳು ಎಲ್ಲ ಬಗ್ಗಿದೆ. ಇದು ಬಿಸಿಲು ಯಾವ ಕಡೆ ತಿರುಗ್ತದೆ ಆ ಕಡೆ ಟರ್ನ್ ಆಗ್ತದೆ ಅಂತ ನಾನು ಕೇಳಿದ್ದೆ, ಇವತ್ತು ನೋಡಿದೆ ನೋಡಿ. ಇವರು ಪ್ರಾಯೋಗಿಕವಾಗಿ ಸನ್ಫ್ಲವರ್ ಬೆಳೆಯನ್ನು ಬೆಳೆದಿದ್ದಾರೆ, ಬೆಳೆದು ಇವರು ಯಶಸ್ವಿಯನ್ನು ಕಂಡಿದ್ದಾರೆ. ನೀವಿಲ್ಲಿ ನೋಡ್ಬೋದು ಎಷ್ಟು ಸುಂದರವಾಗಿದೆ ಅಂತೇಳಿ ಇವರ ಬೆಳೆದ ಬೆಳೆ ನೋಡಿ, ಚಂದ ಚಂದ ಹೂ. ನಾವು ಸನ್ಫ್ಲವರ್ ನೋಡ್ಲಿಕ್ಕೋಸ್ಕರ ತುಂಬ ದೂರ ಪ್ರಯಾಣ ಬೆಳೆಸಬೇಕಾಗ್ತದೆ, ಆದರೆ ಇಲ್ಲಿ ಖಾಲಿ 50 ಕಿಲೋಮೀಟರ್ ಅಷ್ಟೇ, ಅದು ಬಂದರೆ ಸಾಕು ನಿಮಗೆ ಸುಂದರವಾದ ಫ್ಲವರನ್ನು ನೋಡ್ಬೋದು. ಈಗ 1-1:30 ಆಗ್ತಾ ಬಂತು ಟೈಮ್. ಎಷ್ಟು ಬಿಸಿಲಿದೆ ಅಂತ ಹೇಳಿದರೆ, ಆದರೆ ಕೂಡ ಎಷ್ಟು ಜನ ಬಂದಿದ್ದಾರೆ ಗೊತ್ತುಂಟಾ? ಇಲ್ಲಿ ತುಂಬ ಜನ ಬಂದಿದ್ದಾರೆ ಫ್ಲವರ್ ನೋಡ್ಲಿಕ್ಕೋಸ್ಕರ. ಚೆನ್ನಾಗಿದೆ ಫ್ಲವರ್. ನಾನು ಕೂಡ ಫಸ್ಟ್ ಟೈಮ್ ಸನ್ಫ್ಲವರನ್ನು ನೋಡ್ತಿರುವಂಥದ್ದು. ನೋಡಲಿಕ್ಕೆ ನನಗೆ ಆಸೆ ಇತ್ತು, ಆದರೆ ಈಗ ಒಂದು ಖುಷಿ ಏನಂತ ಹೇಳಿದರೆ, ಇಲ್ಲಿ ನಮ್ಮ ಪಕ್ಕದ ಡಿಸ್ಟ್ರಿಕ್ಟಲ್ಲಿ ಇದೆ ಅನ್ನೋದು ಒಂದು ಖುಷಿ. ಇವತ್ತು ಸನ್ಫ್ಲವರ್ ನೋಡಿ ನನಗೆ ಖುಷಿ ಆಯಿತು. ನಾನು ಜಸ್ಟ್ ಕೇಳಿದ್ದೆ, ವಿಡಿಯೋದಲ್ಲಿ ನೋಡಿದ್ದೆ, ಇವತ್ತು ರಿಯಲ್ ಆಗಿ ನೋಡ್ತಾ ಇದ್ದೀನಿ. ನಿಮಗೆ ಕೂಡ ರಿಯಲ್ ಆಗಿ ನೋಡ್ಬೇಕಂತ ಹೇಳಿದರೆ ನೀವು ಈ ಜಾಗಕ್ಕೆ ಬರಬೇಕು. ಇಲ್ಲಿ ಫೋಟೋಶೂಟ್ ಆಗ್ತಾ ಉಂಟು ನೋಡಿ, ಎಷ್ಟು ಚಂದ ಉಂಟು ಹೂ. ವಾವ್, ನಿಜವಾಗಿ ಕೂಡ ನನಗೆ ಇವತ್ತು ತುಂಬ ಖುಷಿ ಆಗ್ತಾ ಉಂಟು. ಈಗ ಸಮ್ಮರ್ ವೆಕೇಶನ್ ಅಲ್ವಾ, ರಜೆ ವೇಸ್ಟ್ ಆಗಲಿಲ್ಲ. ಯಾಕೆ ಹೇಳಿ, ಒಳ್ಳೆ ಒಳ್ಳೆ ಹೂವು ಎಲ್ಲ ನೋಡಲಿಕ್ಕೆ ಸಿಕ್ತು. ಹಾಯ್, ಇಲ್ಲಿ ನಾನು, ಇಲ್ಲಿ ಸನ್ಫ್ಲವರ್. ನೋಡಿದ್ರಿ ಅಲ್ವಾ ಸನ್ಫ್ಲವರ್ ಫಾರ್ಮಿಂಗ್, ಹಾಗೆ ಅವರು ಎಷ್ಟು ಮುದ್ದಾಗಿ ಮಾತಾಡಿದ್ರು ಅಂತೇಳಿ. ನನ್ನ ಇವತ್ತಿನ ಈ ವಿಡಿಯೋ ನಿಮಗೆ ಇಷ್ಟ ಆದಲ್ಲಿ ಲೈಕ್ ಮಾಡಿ, ಶೇರ್ ಮಾಡಿ ಮತ್ತು ನನ್ನ ಚಾನೆಲ್ಗೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ. ಹಾಗೆ ನೀವು ಇಲ್ಲಿ ನೆಕ್ಸ್ಟ್ ಇಯರ್ ಬನ್ನಿ. ನಾವು ಇಲ್ಲಿ ಬಂದ್ವಿ ಇವತ್ತು, ಆದರೆ ನಮಗೆ ಗೊತ್ತಿರಲಿಲ್ಲ ಒಂದು 2 ಡೇಸ್ ಮಾತ್ರ ಲಾಸ್ಟ್ ಅಂತೇಳಿ. ಇದು 16ಗೆ ಲಾಸ್ಟ್ ಅಂತೆ, ಮತ್ತು ಅವರು ಸೀಡನ್ನು ತೆಗೆಯುವುದಂತೆ. ಹಾಗಾಗಿ ನೆಕ್ಸ್ಟ್ ಫೋಟೋ ಮತ್ತು ವಿಡಿಯೋಸ್ ತೆಗಿಲಿಕ್ಕೆಲ್ಲ ಅವಕಾಶ ಇಲ್ಲ, ಇನ್ನು ನೆಕ್ಸ್ಟ್ ಇಯರ್.